ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറിയത്. മേക്കപ്പ് സാധനങ്ങളെ ഞാനിങ്ങനെ വെറുതെ ഫോട്ടോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമേ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ ഇത്തവണ സദ്യ ഉണ്ടാക്കണ്ട, ഞാനും ഉണ്ടാക്കിക്കോളാം. കർക്കിടക ഭാവിന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ സദ്യ ഒരുക്കിയത്. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലായിരുന്നു. ചേട്ടനൊക്കെ സദ്യ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അമ്മയെ കൊണ്ട് എല്ലാ വർഷവും പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അമ്മയ്ക്ക് അതങ്ങ് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്മ സാമ്പാറും ഇഡലിയും ചോറും മാത്രം വെച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യമേ പറഞ്ഞു, രസവും പുളിശ്ശേരിയൊന്നും വേണ്ട, പരിപ്പും പപ്പടം സാധാരണ ഉള്ള പോലെ മതി, സാമ്പാറും. ഓക്കെ. അപ്പോൾ രാവിലെ ഇഡലി സാമ്പാറും അമ്മ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ അടുക്കളയിലായിരുന്നുകൊണ്ട് എനിക്ക് പിന്നെ ഒരുങ്ങാനൊക്കെ ഇച്ചിരി സമയം കിട്ടി. ഞാൻ ഇന്നലെ പിങ്ക് കമ്മൽ മേടിച്ചായിരുന്നു കേട്ടോ. എനിക്ക് മാച്ചിനൊന്നും ഉണ്ടായിട്ട് വാങ്ങിയെന്നുള്ള, എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു. നോക്കിയപ്പോൾ ഞാൻ ഇടാൻ വെച്ചിരുന്ന നൈറ്റിയുടെ അതേ കളർ. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റായി. ഓണമല്ലേ, ഇന്നെങ്കിലും ഒന്ന് ഒരുങ്ങിയിരിക്കാം വീട്ടിൽ. ഫിൽറ്ററൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അത്യാവശ്യമൊന്നും വലിയ തെറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ, എനിക്ക് അടുക്കളയിൽ ക്വാർട്ടേഴ്സിൽ അടുക്കള ഇച്ചിരി സൗകര്യം കുറവാട്ടോ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പാചകം ചെയ്യാനേ ഇഷ്ടം. അപ്പോൾ അമ്മ ഇറങ്ങിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. അമ്മ അപ്പോഴേക്ക് ഇഡ്ഡലിയും സാമ്പാറൊക്കെ റെഡിയാക്കി. ഞാൻ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല, വെളുപ്പിനെ തന്നെ എണീറ്റതുകൊണ്ട്. അപ്പോൾ അമ്മ തേങ്ങ തിരികെ തന്നെ കേട്ടോ. തേങ്ങ തിരികെ തന്നപ്പോൾ ഞാൻ ആദ്യം ബീട്രൂട്ട് പച്ചടിയാണ് വെച്ചത്. ബീട്രൂട്ട് പച്ചടി എൻ്റെ മൂത്ത മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് തിളച്ചു. അത് ആക്കി കഴിഞ്ഞിട്ട് പരിപ്പ് കറിക്കുള്ളത് കുക്കറിൽ വെച്ചു. പരിപ്പ് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വെള്ള കിച്ചടി ഉണ്ടാക്കിയത്. വെള്ള കിച്ചടി കഴിഞ്ഞപ്പോൾ പരിപ്പിനും അതിനും കൂടെ ആയിട്ട് ഒരുമിച്ച് തന്നെ അങ്ങ് കടുക് വറുത്തു. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, രണ്ടിനായിട്ട് പ്രത്യേകം ചെയ്യേണ്ട. അപ്പോൾ ഈ കടുക് വറുപ്പ് തന്നെയാണ് രണ്ടിലും അങ്ങ് ഒഴിച്ചത് തന്നെ. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ജോലിയൊക്കെ ഏകദേശം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഇരുന്നപ്പോൾ ഉണ്ട് ഒരാൾ കിളിക്കാതിരുന്നങ്ങ് ഫുഡ് കഴിക്കുക. അവളറിയാതെ എടുത്ത വീഡിയോ കേട്ടോ. പാവം, ഭയങ്കര പാചകക്കാരിയാട്ടോ. പക്ഷേ ഇപ്പം ഞാനിന്നിവിടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അരിഞ്ഞൊക്കെ ഇന്നലെ രാത്രി വെച്ചതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ളൊരു വൺ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല പറിക്കുന്നതാണ്. ഇവിടെ അടുത്ത ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട്, അവരൊക്കെ ഹിന്ദിക്കാരാട്ടോ, അവരോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കത്തിയും കൊണ്ട് അവരെ വെട്ടാൻ പോകുന്നതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ വാഴയിലേക്ക് കിട്ടി. 7 വാഴയിലേക്ക് കൊണ്ടുവന്ന്, പിന്നെ എൻ്റെ മോളും ചേച്ചിയുടെ മോനും ഒക്കെ രാത്രി വരെ ഇരുന്ന് അമ്മയുടെ കൂടെ മലക്കറിയൊക്കെ അരിഞ്ഞു കേട്ടോ. അത് പറയാതിരുന്നാലേ അതങ്ങ് ഭയങ്കര നന്ദികേടായി പോവും. അങ്ങനെ ഞാൻ പിന്നെ ഇലയിലോട്ട് വിളമ്പുന്നതാണ് കേട്ടോ. എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനിങ്ങനെ തല വെച്ചിരിക്കുന്ന ഒറിജിനൽ മുല്ലപ്പൂ എന്നല്ല കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ആർക്കെ വെഡിങ് മാളിൽ പോയപ്പോൾ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തിനാ പൂവ് പൈസ കൊടുത്ത് വാങ്ങിച്ച് കളയുന്നത്? എനിക്കാണെങ്കിൽ പൂവ് വെച്ചാൽ തലവേദനിക്കുകയും ചെയ്യും. പിന്നെ അതങ്ങ് വാടിപ്പോയി ഇതാകുമ്പോൾ അങ്ങ് സെറ്റായിട്ട് ഇരുന്നോളും. അങ്ങനെ ചോറൊക്കെ വിളമ്പി, ആവശ്യത്തിന് കറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ് നല്ല സദ്യയായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയുടെ സാമ്പാർ സൂപ്പറായിരുന്നു. സാമ്പാർ ഒഴിവാക്കിയിട്ട് ഒരു സദ്യ ഇല്ലല്ലോ. എന്നാലും ആദ്യം പരിപ്പ് കറി ഒഴിച്ചിട്ട് സൈഡിൽ വെച്ചിട്ട്, പിന്നെ ബോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ